നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബുലാർ ബാറ്ററികൾ. ഇതിന് ആയുസ് വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം അത് 10-20 വർഷക്കാലത്തേക്ക് ആയുസ് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇതിനകത്ത് ചേർക്കുന്ന ചെറിയ കെമിക്കലുകൾ, അതായത് ചെറിയ ബോട്ടിലിനകത്തൊക്കെ വരുന്ന ബാറ്ററി അഡിക്റ്റീവ് അല്ലെങ്കിൽ റിവൈവർ, ഈക്വലൈസർ ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ചെറിയ മരുന്ന് പോലുള്ള സംഭവങ്ങൾ, ചില കെമിക്കൽ കൂട്ടുകളാണത്. അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ വഴിയായിട്ടും അതുപോലെ തന്നെ കടകളിൽ കൂടിയൊക്കെ കൊണ്ടുവന്ന് സെയിലായിട്ടും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ അടുക്കലും ഇതേപോലെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് പലരും വന്നിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, നമ്മളൊക്കെ പുതിയ ബാറ്ററികളൊക്കെ കൊണ്ടുപോയി വെച്ച് സോളാറൊക്കെ ചെയ്തിരിക്കുന്നിടത്തൊക്കെ ഇതിനകത്തേക്ക് ഇതേപോലെയുള്ള കെമിക്കലുകൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അത് വാങ്ങിച്ച് ഒഴിക്കട്ടെ, ഇതിന് 10, 15, 20 വർഷം ആയുസ് കൂട്ടാനായിട്ട് സാധിക്കണമെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിച്ച് എന്നെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലിഥിയം ബാറ്ററികളൊക്കെ നമുക്ക് രംഗപ്രവേശം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 90% ആളുകളും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെയുള്ള ലെഡ് ആസിഡ് ബാറ്ററികളും ട്യൂബുലാർ ബാറ്ററികളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ബാറ്ററികൾക്ക് കംപ്ലയിൻറ്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ വരും. അതായത് ടെർമിനൽ കട്ടായി പോകാം, അതുമല്ലെങ്കിൽ സൾഫേഷൻ സംഭവിക്കാം, അങ്ങനെ പല രീതിയിൽ കൂടെ നമുക്കിതിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് സൾഫേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് MgSO4 എന്ന് പറയുന്ന സംഭവം. അത് ഞാൻ കാണിച്ചാൽ ഇത് കണ്ടോ, ഇതുപോലുള്ള പ്ലേറ്റുകളിലാണെങ്കിൽ ഇതിപ്പം ഇത് കണ്ടോ, ഇത് ട്യൂബുലാർ ബാറ്ററി എന്ന് പറയുന്നതാണ്. ഈ ട്യൂബുകൾക്കകത്ത് ഇങ്ങനെ നിറച്ചിരിക്കുന്നതാണ് ട്യൂബുലാർ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു ട്യൂബുലാർ ബാറ്ററി ഒരു പ്ലേറ്റാണ്. ഇത് കണ്ടോ, ഇതൊരു ഓട്ടോമോട്ടീവ് പ്ലേറ്റാണ്. ഇതിനെല്ലാത്തിനും ഈ സൾഫേഷൻ സംഭവിക്കും. ട്യൂബുലാർന്നോ ഓട്ടോമോട്ടീവ് ഒന്നുമില്ല, നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററികൾ ഏതാണെങ്കിലും അതിനെല്ലാം ഈ സൾഫേഷൻ വരും. ഇപ്പോൾ ഇതുണ്ട്, ഇതിനകത്ത് ഈ വെളുത്ത ഒരു പാട പോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഭാഗമുണ്ട്, ഇതാണ് ഈ സൾഫേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമുക്ക് ഈ ആസിഡ് വീണതിന് ശേഷം നമ്മൾ പിന്നീട് അത് വറ്റിപ്പോയാൽ അതിനകത്തെ സിൽവാട്ടർ അതിനകത്ത് ആഡ് ചെയ്യാൻ താമസിച്ച് പോയിക്കുന്നാൽ അത്രയും ഭാഗം, അതായത് ആ പ്ലേറ്റിൽ നിന്ന് താഴേക്ക് എന്തൊരു ഭാഗം ഓപ്പണായി വരുന്നുണ്ടോ അത്രയും ഭാഗത്തും ഈ സൾഫേഷൻ നല്ല രീതിയിൽ കൂടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വെള്ളം ഇതിനകത്ത് ഡിസ്റ്റിൽ വാട്ടർ നിറയ്ക്കുന്ന ഒരിക്കലും കുറഞ്ഞു പോകരുത്, അല്ലെങ്കിൽ അത് താമസിച്ച് പോകരുത് നമ്മൾ മെയിനായിട്ടും പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇങ്ങനെയൊരു കെമിക്കൽ കൂട്ട്, ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കെമിക്കൽ കൂട്ട് വിപണിയിൽ വിൽക്കുന്നുണ്ട്. അതൊഴിച്ചാൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെയുള്ള അഡിക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ചേർക്കുമ്പോൾ 2 തരത്തിലുള്ള സാധനമാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. അതിനകത്തൊരു പൊടി പോലെയുള്ള സാധനം, അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കാനായിട്ട് തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു സൊല്യൂഷനായിട്ട് കൂട്ടി, അതായത് വെള്ളത്തിൽ കലക്കി വരുന്ന സൊല്യൂഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഡ്രോപ്പ് പോലെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ പലവരും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ളതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊഴിച്ചാൽ ഇത് ഡെവലപ്പ് ചെയ്യുമോ ബാറ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടുണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ തരുന്ന സാധനം, അപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽ ചേർത്ത് തരുന്നതുകൊണ്ട് അങ്ങനെ ചേർക്കാതെ തരുന്നതും അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കെമിക്കലായിട്ട് ചേർക്കുന്നത് സാറിന് ഇതിലെ മഗ്നീഷ്യം സൾഫേറ്റ് MgSO4 എന്ന് പറയുന്ന സാധനം ചേർക്കും. അതേപോലെ തന്നെ EDT എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്, ഇതൊക്കെ ചേർത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രത്യേകം വെച്ചാൽ ഇത് ഈ സൾഫേറ്റിനെ, അതായത് നമ്മുടെ ഇതിനകത്തുള്ള ലെഡ് സൾഫേറ്റ് ആണല്ലോ ഇതിനകത്ത് ഈ വെള്ളപ്പാട പോലെ വരുന്നത്, ഇതിനെ ദ്രവിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആ വെള്ളത്തിലേക്ക് അലിയിപ്പിച്ച് കളയുന്നതായിട്ടുള്ള ചില കെമിക്കൽസാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പം നിങ്ങൾ വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അനുഭവത്തിലുണ്ടായിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള ഈ കെമിക്കൽ ചേർത്ത് കഴിയുമ്പോൾ ഈ ബാറ്ററി കുറച്ചും കൂടെ പെർഫോമൻസ് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ പാട പോലെയുള്ള അതിലുള്ള ഈ സൾഫേറ്റ് കുറച്ച് ലയിച്ച് വെള്ളത്തിലേക്ക് ചേരുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ചെറിയൊരു പെർഫോമൻസ് താൽക്കാലികമായിട്ട് കിട്ടുന്നത്. പക്ഷേ അതിനകത്ത് സംഭവിക്കുന്നത് ഈ സൾഫേറ്റിനെ അലിയിപ്പിച്ച് കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ ഈ മെറ്റീരിയൽ തന്നെ നമ്മളുടെ ആ പ്ലേറ്റുകളെയും ദ്രവിപ്പിക്കും. അതായത് നമ്മുടെ ബാറ്ററിക്കുള്ളിലുള്ള പ്ലേറ്റുകളുണ്ടല്ലോ, ആ പ്ലേറ്റും ഇതിനോടൊപ്പം തന്നെ ദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ സൾഫേറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാണിക്കും. പക്ഷേ പ്ലേറ്റുകൾ ദ്രവിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ബാറ്ററി പോയി കിട്ടും. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഏതാണ്ട് അതിനൊരു തീരുമാനമാകാനായിട്ടാണ് സാധ്യത ഈ പറയുന്നത് പോലെ മഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള കെമിക്കൽ അതിനകത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ചിലർ ഈ പറയുന്ന കെമിക്കലൊന്നും ഉണ്ടാവില്ല, വെറുതെ വെള്ളത്തിനകത്തേക്ക് അല്പം സൾഫൂരിക് ആസിഡ് ചേർത്ത് ചെറിയൊരു ഡ്രോപ്പ് ആക്കിയിട്ട് നമുക്കത് തരും. നല്ലൊരു പൈസ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊഴിച്ചാൽ മതി, ഇതിന് ആയുസ് കൂടുമെന്ന് പറഞ്ഞ് ഒഴിക്കും. അപ്പം കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ വെറുതെ പച്ചവെള്ളം നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്നോ എവിടുന്നെങ്കിലും US നിന്നോ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ഔഷധമാണ്, ഇത് കുടിച്ചാൽ നിങ്ങളുടെ രോഗം മാറുമെന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് നമ്മൾ ഈ വെറും പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറുമെന്നാണ് പറയുന്നത് പോലെ ഇതിനകത്ത് കുറച്ച് ബാറ്ററികൾ പെർഫോം ചെയ്യും. അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് അത് പോയ ബാറ്ററി ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് ഒന്ന് ചാർജ് കുറഞ്ഞു പോയത്, അങ്ങനെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് വന്ന ബാറ്ററി ആണെങ്കിൽ പിന്നീട് ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു പെർഫോമൻസ് കുറച്ച് കൂടുതൽ കിട്ടുന്നതായിട്ട് അവർക്ക് തോന്നിക്കും. അങ്ങനെ വരുമ്പോൾ അവർ പറയും അതിനകത്ത് ഈ ഒരു ഡ്രോപ്പ് ഒഴിച്ചതുകൊണ്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പണ്ടേ പോകേണ്ട ബാറ്ററി ആയിരുന്നു എന്നൊക്കെ അവർ ചിലപ്പം പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് ഇതിന് ഈ പെർഫോമൻസ്. അല്ലെങ്കിൽ ഈ ഒറിജിനൽ കെമിക്കൽ ചേർത്തതാണ് ഇതിനകത്ത് ചേർക്കുന്നുണ്ടെങ്കിലും ഇതിന് 1 വർഷത്തേക്ക് പെർഫോമൻസ് കുറച്ച് കൂടി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും.
അപ്പോൾ ഇത് നിങ്ങൾ എപ്പോൾ ചേർക്കണമെന്ന് ചോദിച്ചാൽ ഇത് ഒഴിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് പോയി ഇത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കലുകൾ വേണമെങ്കിൽ ചേർക്കുന്നതിന് കുഴപ്പമില്ല. കാരണം എന്തായാലും അത് കളയുവാണല്ലോ. അപ്പം വേണമെങ്കിൽ ഒരു പരീക്ഷണത്തിന് ചെറിയ വിലക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഇത് ഒഴിച്ച് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പുതിയ ബാറ്ററികളിൽ. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ബാറ്ററികളൊക്കെ ഒഴിക്കട്ടെ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവർ ഈ ഒരു സാധനം ഒഴിക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പം. അപ്പം ആളുകൾ ഇത് ഒഴിച്ചിട്ട് ചിലപ്പോൾ പറയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് വലിയൊരു പ്രശ്നമായതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പുതിയ ബാറ്ററികൾ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പ്ലേറ്റുകൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ദ്രവിച്ച് പോവുകയും ആ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്താൽ അതിന് കിട്ടത്തില്ല. കാരണം വലിയ കമ്പനികളെല്ലാം ആ ബാറ്ററി അവരവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ അത് ടെസ്റ്റ് ചെയ്യും. അതിനകത്ത് ഡിസ്റ്റിൽ വാട്ടറാണ് ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും പുറത്തുനിന്നുള്ള ഏതെങ്കിലും മെറ്റീരിയൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ടും ഇതിനകത്ത് ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അവരതിന് വാറണ്ടി അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു മാന്ത്രിക മരുന്നുണ്ടെങ്കിൽ അത് കമ്പനികൾ അവരുടെ ബാറ്ററികൾക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടി അവർക്ക് ചേർക്കാനായിട്ട് പാടില്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആരും കൊടുക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക കൂട്ടാണ്, ഇത് കമ്പനികൾക്കൊന്നും ഇവർ കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത് കമ്പനികൾ ഇത് ഉറപ്പായിട്ടും വാങ്ങിക്കാമെന്ന് പറയുന്നത് ഇവർ ഈ നെറ്റ് വഴിയോ അല്ലെങ്കിൽ ഇവർ കടകൾ തോറും കയറി ഇറങ്ങിയൊക്കെ ഇത് വിൽക്കുന്നതിൻ്റെ 10 ഇരട്ടി പണം കൊടുത്ത് വാങ്ങിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് വലിയ കമ്പനികൾ. അങ്ങനെ ഒരു പെർഫോമൻസ് ഇതിനുണ്ടെന്ന് വരികയില്ല. ഉറപ്പായിട്ടും കമ്പനികൾ ഇവരെ മൊത്തത്തോടെ വിലക്കെടുക്കും. അങ്ങനെ എടുത്തുകൊണ്ട് ഈ ഒരു കെമിക്കൽ ഇവരുടെ ബാറ്ററികൾ ഇവർ ചേർത്തന്നെയായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു കാര്യമില്ലെന്ന് കമ്പനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ അടുക്കൽ പോകാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെമിക്കൽ ഇല്ല എന്നുള്ള കമ്പനികൾക്കെല്ലാം അറിയാം. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിന് വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഇത്ര കഴിയുമ്പോഴത്തേക്കും ബാറ്ററി പോകാൻ വേണ്ടിയായിരിക്കും കമ്പനി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാത്തത്. അങ്ങനെയല്ല. ബാറ്ററിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് 10-20,000 വിലയുള്ളൊരു സാധനമാണ്. അതിന് ഈ 5 വർഷം വാറണ്ടി അല്ലെങ്കിൽ 3 വർഷം വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് കമ്പനി കൊടുത്തിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അത് തന്നെ കൊടുക്കാനായിട്ട് ഇവർ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ കൊടുക്കുന്ന ഈ 3 വർഷം വാറണ്ടിക്കുള്ളിൽ തന്നെ പല ബാറ്ററികളും ഇഷ്ടംപോലെ ബാറ്ററികൾ പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ അതിന് ഇത്രയും വലിയൊരു തുക മുടക്കിയുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് അതിനകത്ത് അവർക്ക് ചെറിയ സർവീസ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നഷ്ടം വരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരിക്കലും അവർ അങ്ങനെ ഒരു കളതരം കാണിക്കില്ല. കാരണം അവരുടെ വാറണ്ടി പീരീഡ് എങ്ങനെയും ഫില്ല് ചെയ്യുക എന്നുള്ള അത് കഴിഞ്ഞ് ഒരു വർഷം ഇടയിൽ നിൽക്കുക എന്നുള്ള അവരുടെ വലിയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം. കമ്പനികൾ ശരിക്കും അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടുകയാണ് ശരിക്കും. പിന്നെ കമ്പനികൾ ഇതുപോലെയുള്ള എന്തെങ്കിലും അഡിറ്റീവ് ചേർക്കണമെന്ന് ചോദിച്ചാൽ ചേർക്കുന്നുണ്ട്. കമ്പനികൾക്ക്, അതായത് വലിയ ഇൻ്റർനാഷണൽ ആയിട്ട് കമ്പനികൾക്കെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അത് ഒരുപാട് കാലത്തെ ഗവേഷണം കൊണ്ട് ഓരോ കമ്പനികളും വികസിപ്പിച്ചെടുത്ത സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകതരം രഹസ്യ അഡിറ്റീവുകളാണ് അതിനകത്ത് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ ബാറ്ററികൾ കാണിക്കുന്ന ഒരു പെർഫോമൻസ് ഒരിക്കലും ചെറിയ കുഞ്ഞു കമ്പനികൾ കാണിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ കുഞ്ഞു കമ്പനികളുടെ ഒന്നും കയ്യിൽ അങ്ങനെയുള്ള ഈ കൂട്ടുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഇല്ല. അതായത് അതിൻ്റെ പ്ലേറ്റ് അവരുണ്ടാക്കുമ്പോൾ ആ പ്ലേറ്റിനകത്ത് അവർ പ്രത്യേകമായിട്ടുള്ള കൂട്ട് ചേർത്തിട്ടാണ് പ്ലേറ്റിനകത്തുള്ള കെമിക്കൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്ന ഇലക്ട്രോലൈറ്റിനകത്തും ഈ കമ്പനികൾ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അഡിറ്റീവ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാത്തതും അതുപോലെ ചാർജ് കയറുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും നല്ല പെർഫോമൻസ് കാണിക്കുന്ന ഗ്രാവിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും വലിയ കമ്പനികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ബാറ്ററികളിൽ. അതേപക്ഷെ ചെറുകിടയായിട്ടുള്ള കുഞ്ഞു കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പെർഫോമൻസ് ചിലപ്പോൾ പോകുന്നതായിട്ട് കാണാം. ചില ബാറ്ററികളൊക്കെ ഓടും, ചിലത് പക്ഷേ പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഓരോ കമ്പനിക്കും ഓരോ രീതിയിലുള്ള സ്പെഷ്യൽ കൂട്ടുകളും കാര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയുണ്ട്. പിന്നെ നമ്മളൊരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററിയുടെ വാട്ടർ ലെവൽ ഒരു കാരണവശാലും പ്ലേറ്റിന് താഴെ ഡിസ്റ്റിൽ വാട്ടർ പോകാതെ കൊണ്ട് അല്ലെങ്കിൽ ആസിഡ് പോകാതെ കൊണ്ട് നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ബാറ്ററിക്ക് ആയുസ് കിട്ടുന്നതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ പറഞ്ഞ കമ്പനികൾ എത്ര സെറ്റപ്പായിട്ടുള്ള കമ്പനികളാണെങ്കിലും എന്തെല്ലാം അഡിറ്റീവ് ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് ബാക്കപ്പ് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ബാറ്ററിയുടെ വെയിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ നമുക്ക് ഒരു ബാറ്ററിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ബാറ്ററിയുടെ ഡിസ്റ്റിൽ വാട്ടർ അതൊരു കാരണവശാലും പ്ലേറ്റിന് താഴോട്ട് കുറഞ്ഞു പോകാനായിട്ട് ഇടവരുത്തരുത്. ഉറപ്പായിട്ടും പ്ലേറ്റിന് മുകളിൽ എപ്പോഴും ഡിസ്റ്റിൽ വാട്ടർ നിലനിർത്താനായിട്ട് നമ്മൾ നോക്കണം. പലപ്പോഴും ഏറ്റവും ആൾക്കാർക്കും പറ്റുന്ന ഒരു അബദ്ധം, ഈ പ്ലേറ്റിന് താഴോട്ട് ഡിസ്റ്റിൽ വാട്ടർ ഒരുപാട് താഴ്ന്നു പോയതിന് ശേഷം പിന്നെ കുറച്ച് നാൾ അങ്ങനെ കിടക്കും. അത് കഴിഞ്ഞായിരിക്കും ഇവർ വെള്ളം ഒഴിക്കുന്നതിനകത്തേക്ക് ഡിസ്റ്റിൽ വാട്ടർ. അപ്പം അത്രയും ഭാഗത്ത് ഈ സൾഫേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയും വന്നിരുന്ന പിന്നെ അത്രയും ആ പ്ലേറ്റിൻ്റെ ആ സൾഫേഷൻ സംഭവിച്ച് അത്രയും സ്ഥലത്തേക്ക് പിന്നെ ചാർജ് കയറുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി ബാക്കപ്പ് പകുതിയായിട്ടോ 1/4 ആയിട്ട് നമുക്ക് കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് ഫുൾ ചാർജിൽ ബാറ്ററി നമ്മൾ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം. അതായത് ബാറ്ററി നമ്മൾ ഡിസ്ചാർജായി നമ്മൾ 50% ഡിസ്ചാർജ് ഇതുപോലെയുള്ള ബാറ്ററികൾക്ക്, അതായത് ട്യൂബുലാർ ബാറ്ററികൾക്ക് ഒക്കെ പറയുന്നത്. അത്രയും ചാർജ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നീട് കറണ്ട് വന്നാലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉടനെ തന്നെ നമുക്ക് അത് ചാർജിങ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു പരിധി വിട്ട് താഴോട്ട് ചാർജ് പോയി കൂടുതൽ ദിവസങ്ങൾ കടന്നു കഴിഞ്ഞാലും ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്.
പിന്നെ അതിൻ്റെ ടെർമിനൽസൊക്കെ നല്ല ക്ലീനാക്കി എപ്പോഴും നമ്മൾ വെക്കണം. അതിൽ പെട്രോളിയം ജെല്ലി, ഗ്രീസ് ഉപയോഗിക്കരുത്. എപ്പോഴും നമ്മൾ പെട്രോളിയം ജെല്ലി ആണത് ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും നമ്മൾ തേച്ച് വെക്കേണ്ടത്. അതിൽ നമുക്ക് ഈ ക്ലാവ് പോലുള്ള സംഭവങ്ങളും പൊടികളും സംഭവങ്ങളും ഒന്നും ഒരിക്കലും വരാതെ അതെപ്പോഴും ക്ലീൻ ചെയ്യുകയും അതെപ്പോഴും അതേ പെട്രോളിയം ജെല്ലി ഇട്ട് അത് ക്ലീൻ ആക്കി വെക്കുകയും നമ്മൾ ചെയ്യണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്ന ഡിസ്റ്റിൽ വാട്ടർ, അത് ഏതെങ്കിലും കൊള്ളില്ലാത്ത ഡിസ്റ്റിൽ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം എവിടുന്നെങ്കിലും കൊടുത്ത് പലരും ഒഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്താലും ബാറ്ററി കംപ്ലൈൻറ്റ് ആവും പെട്ടെന്ന് തന്നെ. കൃത്യമായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല 100% പ്യൂറായിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടർ തന്നെ നമ്മൾ ബാറ്ററിക്കകത്ത് ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാറ്ററി വെക്കുമ്പോൾ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ്, ഈ കിച്ചൺ കബോർഡിനകത്തൊക്കെ കുത്തിക്കയറ്റി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനുള്ളിൽ ചൂടുണ്ടായ ബാറ്ററി പെട്ടെന്ന് സൾഫേഷൻ സംഭവിക്കും. പെട്ടെന്ന് തന്നെ ബാറ്ററി കംപ്ലൈൻറ്റ് ആകും, ഡാമേജ് വരുകൊണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം പറയുന്നത്. അത്രയൊന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ചൂട് കുറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ബാറ്ററി വെക്കാനായിട്ട് എപ്പോഴും എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിയിൽ മാക്സിമം കഴിയുമെന്നുണ്ടെങ്കിൽ, അത്ര അത്യാവശ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പെട്ടിക്കൂടിനകത്തൊന്നും ആക്കി ബാറ്ററി പൊതിഞ്ഞ് കെട്ടിയൊന്നും വെക്കരുത്. പലപ്പോഴും നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നല്ല ഭംഗി കിട്ടാനായിട്ട് നമ്മൾ വലിയ ബോക്സ് പോലെയൊക്കെ അടിച്ചു കൂട്ടി അതിനകത്താക്കി പുറത്തേക്കൊന്നും എയർ പോകാത്ത രീതിയിൽ കൂടെ നമ്മൾ ബാറ്ററികൾ ഉള്ളിലാക്കി വയ്ക്കും, ആരും കാണണ്ട എന്നുള്ള കരുതി. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും ബാറ്ററികൾ നമുക്ക് കാലപ്പഴക്കം നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ബാറ്ററി കംപ്ലൈൻറ്റ് വരില്ല, ബാക്കപ്പ് കുറഞ്ഞു പോകും. പക്ഷേ ഇതാണ് അതിനകത്ത് ഹീറ്റ് ഒരു പരിധി കൂടിയാലും ബാറ്ററിക്ക്, ഈ ലെഡ് ആസിഡ് ബാറ്ററിക്ക് എപ്പോഴും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരുപാട് കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ലിഥിയം ബാറ്ററി ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ലെന്ന്. പക്ഷേ ലിഥിയം ബാറ്ററിക്കകത്തും ഇതേപോലെയുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളല്ല, അതിനകത്ത് മറ്റ് പല പ്രശ്നങ്ങളുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.